ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് കഥാപാത്ര നിരൂപണം. 3 മാർക്കിനും 5 മാർക്കിനും 7 മാർക്കിനും കഥാപാത്ര നിരൂപണങ്ങൾ നമ്മളോട് ചോദിക്കുക അല്ലെ. നമുക്കാണെങ്കിൽ മലയാള സെക്കൻഡിലും ഫസ്റ്റിലും ഒക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ തഥാഗത എന്ന് പറയുന്ന പാഠഭാഗട്ടെ, ദയ എന്ന് പറയുന്ന പാഠഭാഗമാകട്ടെ, ഈ ഭാഗങ്ങളിലൊക്കെ എന്താണ് ഒന്നിലധികം കുറേ കഥാപാത്രങ്ങളെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ കഥാപാത്രങ്ങൾ എഴുതുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഥാപാത്രത്തിന്റെ രൂപം, വേഷം, കഥയിലുള്ള സ്ഥാനം അല്ലെ, ജീവിത പശ്ചാത്തലം, മൂല്യങ്ങള്, മറ്റുള്ളവരോടുള്ള ഇടപെടല് അല്ലെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം. 7 മാർക്കിന്റെ ചോദ്യത്തിനാണ് അല്ലെ കഥാപാത്ര നിരൂപണം വരുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. മാത്രമല്ല പാഠഭാഗം വായിച്ച സമയത്ത് നമ്മൾ ആ കഥാപാത്രത്തെ വായിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ അല്ലെ, നമ്മളുടെ അഭിപ്രായം കൂടി എന്ത് ചെയ്യണം കഥാപാത്ര നിരൂപണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അല്ലെ ദയ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ നിരൂപണം ടീച്ചർ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം പഠിച്ചു തുടങ്ങാം.